വെൽക്കം ബാക്ക് ടു ലിറ്റ് ലൈറ്റ് യൂട്യൂബ് ചാനൽ. ബൻകിം ചന്ദ്ര ചാറ്റർജിയുടെ രാജ്മോഹൻസ് വൈഫ് സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ആദ്യം അത് കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. പിന്നീട് കാണുന്നത് മാതങ്കിനെ കൊല്ലാൻ ശ്രമിക്കുന്ന രാജ്മോഹനാണ്. ആ സമയത്താണ് സർദാറും അയാളുടെ കൂട്ടാളിയായിട്ടുള്ള ബീക്കും കൂടിയും വരുന്നത്. അവർ രാജ്മോഹനെ അറ്റാക്ക് ചെയ്യുന്നു. അവർ വിചാരിച്ചിരുന്നത് രാജ്മോഹനാണ് എല്ലാ കാര്യങ്ങളും മാധവനെ അറിയിച്ചിട്ടുള്ളതെന്നാണ്. ആ സമയത്ത് രാജ്മോഹൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പുറകിൽ മാതങ്കിയാണെന്ന്. അവരവരെ ഫൈറ്റ് നിർത്തി നോക്കുന്ന സമയത്ത് മാതങ്കിനെ റൂമിലൊന്നും കാണുന്നില്ല. മാതങ്കി കനകിനെ മീറ്റ് ചെയ്യുന്നു. കനക ആരായിരുന്നു? നോവൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കനകിനെ കാണുന്നുണ്ടായിരുന്നു. കനകാണ് മാതങ്കിനെയും കൂടെ കൂട്ടി വെള്ളം എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. കനകിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. കനകിൻ്റെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്, ഒരു കമ്പാനിയനാണ് സുഗീസ് മദർ. അവരുടെ ഹെൽപ്പ് കിട്ടുന്നുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് അവരൊരു റിലേറ്റീവ് ഉണ്ട്, അവരുടെ അടുത്തായിട്ട് സേഫായിട്ട് നിൽക്കാമെന്ന് സുഗിൻ്റെ അമ്മ പറയുന്നുണ്ട്. പിന്നീട് കാണുന്നത് മാധുറിൻ്റെ വീടാണ്. മാധുർ ആരായിരുന്നു? മാധവിൻ്റെ കസിനാണ്. മാധുറിൻ്റെ വീട്ടിലേക്കാണ് സുഗിൻ്റെ അമ്മ മാതങ്കിനെ കൊണ്ടുപോയിട്ടുള്ളത്. മാധുറിൻ്റെ ആദ്യത്തെ ഭാര്യയായിട്ടുള്ള താരനോട് സുഗീൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. താരക്ക് മാതങ്കിൻ്റെ അവസ്ഥയോർത്ത് സഹതാപം തോന്നുന്നു. ആ വീട്ടിൽ താമസിപ്പിക്കണമെങ്കിൽ അവരുടെ ഹസ്ബൻഡായിട്ടുള്ള മാധുറിൻ്റെ പെർമിഷൻ ആവശ്യമുണ്ട്. പിന്നീട് താര മാധുറുമായി സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും കേട്ട സമയത്ത് മാധുർ പറയുന്നുണ്ട് താരനോട് അവളിവിടെ നിന്നോട്ടെ എന്നുള്ള കാര്യം. മാധുറിന് വേറൊരു വൈഫ് ഉണ്ടായിരുന്നു, 20 വയസ്സുള്ള ചമ്പക്. ചമ്പകിന് മാതങ്കിയെ അവിടെ താമസിപ്പിക്കുന്നതിൽ താല്പര്യമല്ല. അവൾ വിചാരിക്കുന്നു അവളുടെ ഹസ്ബൻഡും മാതങ്കിയുമായിട്ടൊരു റിലേഷൻ ഉണ്ടാവും എന്നുള്ള ഒരു സംശയമൊക്കെ ചമ്പകിന് വരുന്നുണ്ട്. പിറ്റേ ദിവസം മാധുറിൻ്റെ വീട്ടിലേക്ക് ഒരു വിസിറ്റർ വരുന്നുണ്ട്. അത് രാജ്മോഹൻ ആയിരുന്നു. അയാൾക്ക് അയാളെ ഭാര്യനെ തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. രാജ്മോഹൻ പറയുന്നു മാതങ്കി ചെയ്ത എല്ലാ തെറ്റുകൾക്കും അയാൾ ക്ഷമ കൊടുത്തിട്ടുണ്ട്, അവളെ തിരിച്ചു വേണമെന്ന് പറയുന്നു. പിന്നെ കാണുന്നത് സർദാറും അവൻ്റെ കൂട്ടാളിയായിട്ടുള്ള ബീക്കൂനെയാണ്. അവരിനി അടുത്ത പ്ലാന് ഡിസ്കസ് ചെയ്യാണ്. എങ്ങനെയാണ് ലോയറിൻ്റെ അടുത്ത് നിന്ന് ആ വില്ല് മോഷ്ടിക്കാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ആ സമയത്താണ് രാജ്മോഹൻ അങ്ങോട്ട് വരുന്നത്. അയാൾ പറയുന്നുണ്ട് മാതങ്കിനെ അയാൾക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്, അവൾ മാത്തൂറിൻ്റെ വീട്ടിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അവർ തീരുമാനിക്കുന്നുണ്ട് അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കണം, അവളെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നു. ആ സമയത്ത് രാജ്മോഹൻ പറയുന്നുണ്ട് അവളോട് അപ്പോൾ എനിക്ക് ദേഷ്യമാണുള്ളത്, കൊല്ലാനൊന്നും പ്ലാനില്ല എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് സർദാർ പറയുന്നുണ്ട് ഫാമിലിയിൽ നിന്നൊക്കെ ഒഴിവാക്കി മാതങ്കിനെയും കൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യമൊക്കെ അതിന് രാജ്മോഹൻ എതിർക്കുന്നുണ്ട്, പക്ഷേ സർദാർ ത്രട്ടൺ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവൻ ഓക്കെ പറയുന്നു. അതിനുശേഷം മാധവിൻ്റെ അടുത്തുനിന്ന് മാറാനുള്ള പ്ലാനൊക്കെ അവർ തയ്യാറാക്കുന്നു. ശേഷം രാജ്മോഹൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ എത്തിയിട്ട് അനിയത്തിനോട് മാതങ്കിനെ ചോദിക്കുന്നുണ്ട്. സിസ്റ്റർ പറയുന്നു മാതങ്കി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. മാതങ്കിൻ്റെ കൂടെ സുഗീൻ്റെ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുവരെ മാതങ്കി വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ള കാര്യം അയാളെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അയാളുടെ അനിയത്തിനോടും ആൻറ്റിനോടും പോയി അന്വേഷിക്കാൻ പറയുന്നു. പക്ഷേ അവരുടെ അന്വേഷണമൊന്നും എവിടെ എത്തിയിട്ടില്ല. അവർക്ക് മാതങ്കിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. 3 ദിവസമായി മാതങ്കിനെ കാണാനായിട്ട്. ഇപ്പം കാണിക്കുന്നത് മാധവിൻ്റെ വീടാണ്. മാധവ് ബാൽക്കണിയിൽ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ആൻറ്റി അവനെതിരായി കേസ് കൊടുത്തതും അതുപോലെ മാതങ്കിൻ്റെ ഡിസപ്പിയറൻസും എല്ലാം അവൻ ആലോചിക്കുന്നുണ്ട്. ആ സമയത്താണ് മാധവ് ഗാർഡനിൽ എന്തോ സസ്പീഷ്യസ് ആയിട്ട് കാണുന്നത്. അവൻ അവിടേക്ക് അന്വേഷിച്ച് പോയി. ആ സമയത്ത് 2 പേര് അവനെ കിഡ്നാപ്പ് ചെയ്തു. പിന്നീട് കാണിക്കുന്നത് മാത്തൂറിനാണ്. മാത്തൂർ ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് താരൻ്റെ അടുത്ത്, പക്ഷെ അയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അയാളാകെ ഡിസ്റ്റർബാണ്. താര ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മുങ്ങയുടെ സൗണ്ട് കേട്ട സമയത്ത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മാധൂറൊന്നും താരനോട് തുറന്നു പറയാത്തതും അയാളുടെ ഈ ഡിസ്റ്റർബൻസും താരയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് മാധവിനെ കാണിക്കുന്നു. മാധവ് ബോധം വന്ന് എണീക്കുന്ന സമയത്ത് ഒരു റൂമിൽ കൈയൊക്കെ ബന്ധിച്ച നിലയിലായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ബീക്കും സർദാറും വരുന്നു. അവർ പറയുന്നുണ്ട് അവരാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നുള്ള കാര്യമൊക്കെ. ഒരുപാട് നേരം ചോദിച്ചതിന് ശേഷം അവർ റിവീൽ ചെയ്യുന്നുണ്ട് മാധുറിന് വേണ്ടിയിട്ടാണ് അവർ ഈ പ്ലാൻ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. മാധവ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആ വില്ലിന് വേണ്ടിയിട്ടെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. മാധവ് അവൻ്റെ ഫാമിലിക്ക് ഒരു ലെറ്റർ എഴുതുന്നുണ്ട് വില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് റൂമിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നു. സർദാറും ബീക്കും പേടിക്കുന്നുണ്ട്. അവർ ചുറ്റും അന്വേഷിക്കുന്ന സമയത്ത് ആ സൗണ്ടിൻ്റെ സോഴ്സ് എവിടെ നിന്നാന്ന് മനസ്സിലാവുന്നില്ല. പിടിക്കപ്പെടുമെന്ന് തോന്നിയ സമയത്ത് അവർ മാധവിനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നീട് താര ആ വീട്ടിലെത്തുന്നതായിട്ട് കാണിക്കുന്നു. പിന്നീട് സ്റ്റോറിയിൽ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്. അതിൽ താരയും മാധവും ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നു. താരയോട് മാധവ് എല്ലാ കാര്യവും പറയുന്നു. അവളുടെ ഹസ്ബൻഡാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നുണ്ട്. അവർ വീണ്ടും ആ സൗണ്ട് കേൾക്കുന്നു. ശേഷം 2 പേരും കൂടി എന്താണ് സൗണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാം ചെക്ക് ചെയ്യുന്നു. ഒരുപാട് നേരത്തെ തിരച്ചിലിനൊടുവിൽ മാധവ് ഒരു ഡോറ് കാണുന്നുണ്ട്. ആ വാതിൽ തുറന്ന നേരത്ത് അവരൊരു സ്റ്റെയർ കേസ് കാണുന്നു. 2 പേരും കൂടി മുകളിലേക്ക് കയറിപ്പോകുന്നുണ്ട്. കോണിപ്പടി അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു ഡോറും കൂടി കാണുന്നു. അതും ഒരുപാട് സമയത്തെ പരിശ്രമത്തിനൊടുവിൽ അവർ തുറന്നു നോക്കുന്നുണ്ട്. റൂമിൽ ബെഡിലായിട്ട് ഒരു സ്ത്രീ കിടക്കുന്നത് കാണുന്നു. 2 പേരും കൂടി ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അത് മതൻകിനെയാണെന്ന് മനസ്സിലാവുന്നു.
ആരെയും മാധവും കൂടി മദൻകയെ ആ റൂമിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അതിനുശേഷം മദൻകിന് എന്താണ് അവൾക്ക് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. രാജ്മോഹൻ സുഗിയുടെ അമ്മയുടെ കൂടെയാണ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സുഗിയുടെ അമ്മ മാധുറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അതിനാൽ തന്നെ സുഗിയുടെ അമ്മക്ക് അറിയായിരുന്നു മാധവിക്ക് തിരിച്ച് രാജ്മോഹൻ്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമല്ല എന്ന കാര്യം. അവൾ ആ അവസരം മുതലാക്കി അവൾ ആ റൂമിൽ കൊണ്ടുപോയി അടിച്ചിരുന്നു. അതിനുശേഷം മാധുങ്കിയെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. മാധുർ അവളെ ഭീഷണിപ്പെടുത്തുകയും കൂടെ നിൽക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മാധങ്കിന് അതിനൊന്നും കൂട്ടു നിൽക്കുന്നില്ല. അതിനാൽ തന്നെ അവളെ പട്ടിണിക്കിടുകയാണ് ചെയ്തത്. മാധവും താരയും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഈവനിങ് സമയത്ത് ആരും അറിയാതെ മാധവിൻ്റെ വീട്ടിലേക്ക് എത്തിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. അത് പ്രകാരം മാധുറിൻ്റെ സെർവൻ്റായ കരുണയെ അവർ ഏർപ്പാടാക്കുന്നു. അവൾ മദങ്കിനെയും കൂട്ടി മാധവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഹേമാങ്കിനിയായിട്ട് മീറ്റ് ചെയ്യുന്നു. മാദൻകി അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നത്. ഈ ദിവസം മാധുറിനെ കാണാൻ വേണ്ടി സർദാർ വരുന്നുണ്ട്. സർദാർ ഇൻഫോം ചെയ്യുന്നു ബീക്കുവിനെ പോലീസ് പിടിച്ചെന്നും അവൻ എല്ലാ കാര്യവും പോലീസിനോട് കൺഫസ് ചെയ്തെന്നുള്ള കാര്യമൊക്കെ. അതിനാൽ തന്നെ സർദാർ ഈ നാട് വിട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാധുറിനോട് സേഫായിരിക്കാനും പറഞ്ഞു. ശേഷം മാധുർ തീരുമാനിക്കുന്നുണ്ട് പോലീസിന് കൈക്കൂലി കൊടുത്തിട്ട് അവരെ ഒതുക്കാം എന്നുള്ള കാര്യം. പക്ഷേ ന്യൂലി അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള മജിസ്ട്രേറ്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യമൊക്കെ അയാൾ ആലോചിക്കുന്നു. അതിനുശേഷം ഒരു ഓഫീസർ മാധുറിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അയാൾ ഇൻഫോം ചെയ്യുന്നു ബീക്കുവിൻ്റെ കൺഫെഷൻ മജിസ്ട്രേറ്റ് കേട്ടിട്ടുണ്ടെന്നും മാധുറിനെ അറസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ എന്നുള്ള കാര്യമൊക്കെ ഈ ഓഫീസർ പറയുന്നു. പിറ്റേ ദിവസം മജിസ്ട്രേറ്റ് പോലീസുകാരെ കൂടെ മാധുറിനെ പേഴ്സണലി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. വീട് മുഴുവൻ സെർച്ച് ചെയ്തതിനു ശേഷം ഗോഡൗണിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നു. ഇനി സ്റ്റോറിയുടെ അവസാന ഭാഗങ്ങളിലേക്കാണ് എത്തുന്നത്. സർദാർ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് നാട് കിടക്കുന്നു. രാജ്മോഹനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പാർഷ്യലി തൻ്റെ കാര്യങ്ങളൊക്കെ കൺഫസ് ചെയ്യുന്നു. മദൻകനി അവളുടെ അച്ഛൻ്റെ കൂടെ ജീവിക്കുന്നു. പിന്നീട് അവളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അധികം പറയുന്നില്ല. പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു എന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഈ സ്റ്റോറി ഒരു പ്രോപ്പർ കൺക്ലൂഷനിലല്ല എൻഡ് ചെയ്യുന്നത്. ഒരു അബ്രപ്റ്റ് എൻഡിങ് ആണ് വരുന്നത്. മറ്റ് ക്യാരക്ടേഴ്സിനെ പറ്റിയൊന്നും അധികം പറയുന്നില്ല. ഇങ്ങനെയാണ് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്റ്റോറി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.